ഓരോ വ്യക്തിയുടെയും ശരീരഭാരത്തിനനുസരിച്ചുള്ള പ്രോട്ടീൻ ഉള്ളിലെത്തേണ്ടതുണ്ട്. 60 കിലോ ഭാരമുള്ള ഒരാൾക്ക് ഒരു ദിവസം 60 ഗ്രാം പ്രോട്ടീൻ ശരീരത്തിൽ എത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ മുട്ടയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. തലച്ചോറിന്റെ പ്രവർത്തനത്തിന് സഹായകരമായ കോളിൻ എന്ന പോഷകം മുട്ടയിലുണ്ട്. കരളിൽ ഫാറ്റ് അടിഞ്ഞുകൂടുന്നത് തടയാനും കോളിൻ ഏറെ നല്ലതാണ്. ല്യൂട്ടിൻ, സീസാന്തിൻ എന്നീ ആന്റി ഓക്സിഡന്റുകൾ മുട്ടയിലുണ്ട്. ഇവ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വിറ്റാമിൻ ഡി ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. അസ്ഥികൾക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് വിറ്റാമിൻ ഡി. ശരാശരി ഒരു മുട്ടയിൽ 6 മുതൽ 7 ഗ്രാം വരെ പ്രോട്ടീൻ കാണപ്പെടുന്നു. പ്രോട്ടീനുള്ള ഭക്ഷണം ഉൾപ്പെടുത്തുന്ന ശരീരഭാരം കുറയാനും മെലിയാനും നമ്മളെ സഹായിക്കും. ബോഡി മെറ്റാബോളിസത്തെ ഉത്തേജിപ്പിക്കുന്ന അമിനോ ആസിഡുകളും മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയേക്കാൾ മുഴുവൻ മുട്ട കഴിക്കുന്നത് പേശി വളർച്ചയ്ക്കും എല്ലുകളെ ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കും. മുട്ടയിലെ ഫോളേറ്റ് ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് നമ്മളെ സഹായിക്കും. ഗർഭസ്ഥ ശിശുവിന്റെ വികാസത്തിനും വളർച്ചയ്ക്കും ഈ പോഷകം പ്രധാനമാണ്. കൊളസ്ട്രോൾ നില ഉയർന്ന ആളുകൾ മുട്ടയുടെ മഞ്ഞക്കുരു ഒഴിവാക്കണം. പ്രമേഹം, വൃക്കരോഗം തുടങ്ങിയവയുള്ളവർ മുട്ട ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് നാഷണൽ ഹാർട്ട് ഫൗണ്ടേഷൻ ഓഫ് ഓസ്ട്രേലിയ പറയുന്നു. ഇതുപോലുള്ള നിരവധി അറിവുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.